കേരളം ഇതുവരെ കേട്ട അഴിമതി കഥകളെയെല്ലാം വെല്ലുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വെറും ഒരു ചോദ്യം ചെയ്യലിലല്ല, മറിച്ച് അറസ്റ്റിന്റെ വക്കിലാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 4 വീടുകൾ നിർമ്മിച്ചു നൽകി എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SIT അന്വേഷിക്കുന്നത്. ഭക്തരുടെ കണ്ണുനീര് വീണ മണ്ണിൽ കൊള്ള നടത്തിയവർക്ക് ഇനി രക്ഷയില്ല. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ കടകംപള്ളി സുരേന്ദ്രൻ ശരിക്കും വിയർത്തു. 3.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, നിരത്തിയത് 100-ലധികം ചോദ്യങ്ങൾ. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും കഴക്കൂട്ടത്തെ 4 വീടുകളുടെ നിർമ്മാണത്തിന് പണം എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായ മറുപടി നൽകാൻ മുൻമന്ത്രിക്ക് കഴിഞ്ഞില്ല. മലയാളി സമാജം പരിപാടിയിൽ വെച്ച് കണ്ട പരിചയം മാത്രമാണെന്ന് കടകംപള്ളി ആവർത്തിക്കുമ്പോഴും മന്ത്രിക്ക് വേണ്ടി പോറ്റി വീടുകൾ പണിതു നൽകിയെന്ന രേഖകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടെന്നാണ് സൂചനകൾ. ശബരിമല ക്ഷേത്രങ്ങളിലെ സ്വർണം പൂശുന്ന കരാർ മറയാക്കി നടന്നത് കോടികളുടെ കൊള്ളയാണ്. ഈ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ദിരങ്ങളിലേക്ക് നേരിട്ട് പ്രവേശനമുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലമായ കഴക്കൂട്ടത്ത് ഇത്രയേറെ വീടുകൾ നിർമ്മിച്ചു നൽകാൻ പോറ്റിക്ക് എന്ത് താല്പര്യമായിരുന്നു? ഈ വീടുകൾ പണിയാൻ ഉപയോഗിച്ചത് ശബരിമലയിൽ നിന്നും കവർന്ന സ്വർണം വിറ്റ പണമാണോ? ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് ഈ വഴിവിട്ട സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഈ കേസിനെ ഒരു രാഷ്ട്രീയ തുലനം ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോയിരുന്നു. സ്വന്തം മന്ത്രി തന്നെ അഴിമതിയുടെ ആഴക്കടലിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ കഴിയില്ല. രമേശ് ചെന്നിത്തല സമർപ്പിച്ച നിർണായക രേഖകളാണ് കടകംപള്ളിയെ ഇന്ന് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് ആശങ്കയില്ല. കാരണം ഈ കൊള്ളയുടെ ഗുണഭോക്താക്കൾ CPM നേതാക്കളാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം.